ഇതിൽ ഇന്ന് നമ്മൾ ആരംഭിക്കാൻ പോകുന്നത് കമ്പ്യൂട്ടർ സയൻസിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ഡാറ്റ റെപ്രസെൻറ്റേഷൻ ആൻഡ് ബൂളിയൻ ആൾജിബ്ര എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഡാറ്റ റെപ്രസെൻറ്റേഷൻ ആൻഡ് ബൂളിയൻ ആൾജിബ്ര ഈ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. ഈ ചാപ്റ്ററിനകത്ത് രണ്ട് ഏരിയാസ് ആണ്. ഒന്ന് ഡാറ്റ റെപ്രസെൻറ്റേഷൻ, രണ്ട് ബൂളിയൻ ആൾജിബ്ര. അതിൽ ഡാറ്റ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്ന ഏരിയയിലാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. നമുക്ക് ഡാറ്റ റെപ്രസെൻറ്റേഷൻ ആണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. എന്താണ് ഡേറ്റ, എന്താണ് ഡാറ്റ റെപ്രസെൻറ്റേഷൻ, ദാറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഫസ്റ്റ്. വാട്ട് ഈസ് ഡേറ്റ, എന്താണ് ഡാറ്റ? ഞാനൊരു ചെറിയ ഡെഫിനിഷൻ ഡാറ്റയ്ക്ക് വേണ്ടി തരാം. ഡാറ്റ മീൻസ് റോ facts and figures related to a person, entity or item or place. ഒരു വ്യക്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും എൻറ്റിറ്റി, ഒരു ഒബ്ജക്റ്റിനെ കുറിച്ചോ, ഒരു ഐറ്റം, ഒരു സാധനം, ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തെക്കുറിച്ചൊക്കെയുള്ള വിവിധ ഫിഗേഴ്സ് അല്ലെങ്കിൽ ഫാക്റ്റ്, അതിനെയാണ് നമ്മൾ ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരു വ്യക്തിയെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അയാളുടെ ഒരു പേര്, ഫോർ എക്സാമ്പിൾ അർജുൻ, അയാളുടെ വയസ്സ് 29, ഓക്കെ, അയാളുടെ വരുമാനം 10,000 പെർ മന്ത്, ഓക്കെ, അയാളുടെ ഹൈറ്റ് 5.6 ഇഞ്ചസ്. ഈ പറയുന്നതൊക്കെ ഡാറ്റയാണ്. ഓക്കെ, ഇത്തരത്തിലുള്ള ഡേറ്റ എങ്ങനെയാണ് നമ്മൾ സാധാരണ റെപ്രസെൻ്റ് ചെയ്യുക? നമ്മുടെ നിത്യജീവിതത്തിൽ ഇപ്പോൾ ഞാൻ തന്നെ ചെയ്തത്, തൊട്ട് മുകളിൽ കുറച്ച് ഡാറ്റ ഞാൻ എഴുതി. അവിടെ ചെയ്തത് ഇംഗ്ലീഷിലെ അക്ഷരങ്ങൾ ഉപയോഗിച്ചു, അതുപോലെ തന്നെ അക്കങ്ങൾ ഉപയോഗിച്ചു, അല്ലേ, മാത്സിലെ അക്കങ്ങൾ ഉപയോഗിച്ചു, ഇംഗ്ലീഷിലെ അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്തത്. അർജുൻ എന്ന് പറയുന്ന പേര് എനിക്ക് വേണമെങ്കിൽ മലയാളത്തിലും എഴുതാം. അപ്പോൾ അക്ഷരങ്ങൾ ആൽഫബറ്റ് മാറുന്നുള്ളൂ, ഇംഗ്ലീഷിന് പകരം മലയാളം ആവുന്നേ ഉള്ളൂ, നമുക്ക് അവിടെ ഉപയോഗിക്കാം. അക്കങ്ങളും അക്ഷരങ്ങളും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സാധാരണ ഡേറ്റ റെപ്രസെൻ്റ് ചെയ്യുക. ഓക്കെ, ഈ അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ഡാറ്റയാണ് നമ്മൾ ഫാക്റ്റ് എന്ന് പറയുന്നത്. അക്കങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ഡാറ്റയാണ് നമ്മൾ ഫിഗേഴ്സ് എന്ന് പറയുന്നത്. ഫാക്റ്റും ഉണ്ടാവും, ഫിഗേഴ്സും ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഇവിടെ അർജുൻ എന്ന് പറയുന്നത് ഫാക്റ്റാണ്. 29ഉം 10,000ഉം 5.6 ഒക്കെ ഫിഗേഴ്സാണ്. ഓക്കെ, അപ്പോൾ ഇത് റെപ്രസെൻ്റ് ചെയ്യാൻ സാധാരണ മനുഷ്യർ ഉപയോഗിക്കുന്നത് ഒന്നുകിൽ ഏതെങ്കിലും ലാംഗ്വേജിൽ അക്ഷരങ്ങൾ ഉപയോഗിക്കും, പിന്നെ അക്കങ്ങൾ ഉപയോഗിക്കും. അക്കങ്ങൾ എല്ലാ സ്ഥലത്തും കോമൺ ആണ്, അക്ഷരങ്ങൾ ഭാഷകൾക്കനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ഇനി ഹൗ ടു റെപ്രസെൻറ്റ് ദീസ് ഡാറ്റ ഇന്റേണലി ഇൻസൈഡ് എ കമ്പ്യൂട്ടർ. നമ്മൾ പഠിക്കാൻ പോകുന്ന കമ്പ്യൂട്ടർ സയൻസ് ആണ്. ഈ പറയുന്ന അർജുൻ എന്ന് പറയുന്ന പേര്, ഈ 29 എന്ന് പറയുന്ന നമ്പർ, 10,000 എന്ന് പറയുന്ന നമ്പർ, 5.6 എന്ന് പറയുന്ന നമ്പർ, ഇതിനൊക്കെ എങ്ങനെയാണ് നമ്മളൊരു കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിക്കകത്ത് റെപ്രസെൻ്റ് ചെയ്യുക? ഈ ചാപ്റ്ററിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഡാറ്റ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇന്റേണൽ ഡാറ്റ റെപ്രസെൻറ്റേഷൻ ആണ്. ശരിക്കും ഡാറ്റ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം ഉണ്ട്, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ. ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ രണ്ട് തരം ഡാറ്റ റെപ്രസെൻറ്റേഷനാണ് ഉള്ളത്. ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഡാറ്റ റെപ്രസെൻറ്റേഷൻ. നമ്മളിവിടെ പറയാൻ പോകുന്നത് ഇന്റേണൽ റെപ്രസെൻറ്റേഷൻ ആണ്. എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടറിന് പുറത്ത് സാധാരണ മനുഷ്യർ ഉപയോഗിക്കുന്ന ഡാറ്റ റെപ്രസെൻറ്റേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്സ് ആണ്. എക്സ്റ്റേണൽ എന്ന് പറയും, ഇന്റേണൽ എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടറിനകത്ത് ഉപയോഗിക്കുന്ന ഡാറ്റ റെപ്രസെൻറ്റേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്സ് ആണ്. ഓക്കെ, കമ്പ്യൂട്ടറിനകത്ത് ഡാറ്റ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ അതിന് പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ എവറിത്തിങ് ഈസ് റെപ്രസെൻറ്റഡ് ഇൻ ഫിഗേഴ്സ്. എവറിത്തിങ് ഈസ് റെപ്രസെൻറ്റഡ് ഇൻ ഫിഗേഴ്സ്. എല്ലാം ഫിഗേഴ്സിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഫിഗേഴ്സ് ഓർ ഡിജിറ്റ്സ് ഒക്കെ ഡിജിറ്റലായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്, എല്ലാം ഡിജിറ്റലായിട്ടാണ്. ഞാൻ നേരത്തെ ഫാക്റ്റും പറഞ്ഞു, ഫിഗറും പറഞ്ഞു. അർജുൻ എന്ന് പറയുന്ന പേരിനെ നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത് കമ്പ്യൂട്ടറിനകത്ത് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് എ ലോങ് നമ്പർ. ഒരു വലിയ നമ്പറായി രൂപമാറ്റം വരുത്തിയിട്ട് അതിനെയാണ് കമ്പ്യൂട്ടർ റെപ്രസെൻ്റ് ചെയ്യുന്നത്. റെപ്രസെൻ്റ് ചെയ്യുന്നത് പറഞ്ഞിട്ടോ, കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്യുന്ന കാര്യമാണ്. കമ്പ്യൂട്ടറിൻ്റെ നിങ്ങൾ ചിന്തിക്കും, സാർ എന്താ ഈ പറയുന്നത്? കമ്പ്യൂട്ടറിൽ നമ്മൾ കാണുന്നുണ്ടോ നമ്മുടെ പേര്, നമ്മുടെ പിന്നെ സ്ഥലം ഒക്കെ നമ്മൾ കാണാറുണ്ടല്ലോ, പിന്നെ എന്താ ഈ പറയുന്നത് എന്നുള്ളതാണ്. കമ്പ്യൂട്ടറിൽ നമ്മൾ കാണുന്ന അതിൻ്റെ ഡിസ്പ്ലേ സ്ക്രീനിലാണ്. അവിടെയൊക്കെ മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ തന്നെ ഡിസ്പ്ലേ ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷേ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ, അതിൻ്റെ ഹാർഡ് ഡിസ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ റാമിൽ, മെമ്മറിയിൽ ഈ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് ഫിഗേഴ്സ് ആയിട്ടാണ്. എല്ലാം ഡിജിറ്റലിയാണ് സ്റ്റോർ ചെയ്യുന്നത് യൂസിങ് നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് പഠിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും ആദ്യം വിവിധ നമ്പർ സിസ്റ്റങ്ങളെ കുറിച്ചൊരു ചെറിയൊരു അവഗാഹം നമുക്കുണ്ടാവണം. നമ്പർ സിസ്റ്റംസ് മീൻസ് ഒരു
പിന്നെ ഒരു നമ്പർ മാത്തമാറ്റിക്കലി ഉള്ള ഒരു ഒബ്ജക്റ്റാണ് നമ്പർ എന്ന് പറയുന്നത്. ഒരു നമ്പർ നമുക്ക് എങ്ങനെയൊക്കെ റെപ്രസെൻ്റ് ചെയ്യാം, അതിനുള്ള വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് നമ്പർ സിസ്റ്റം. നമുക്കറിയാം നമ്മൾ ഉപയോഗിക്കുന്ന നമ്പർ സിസ്റ്റം, ദ നമ്പർ സിസ്റ്റം ദാറ്റ് വി ആർ യൂസിങ് ഈസ് ബേസ്ഡ് ഓൺ 10 ഡിജിറ്റ്സ് ഫ്രം 0 to 9. നമ്മൾ ഉപയോഗിക്കുന്ന നമ്പർ സിസ്റ്റത്തിൽ 10 അക്കങ്ങളാണുള്ളത്. നമ്മൾ സാധാരണ എന്ത് നമ്പർ റെപ്രസെൻ്റ് ചെയ്യുമ്പോഴും അതിനകത്ത് ഉപയോഗിക്കുന്നത് 10 ഡിജിറ്റ്സ് ആണ്, 10 സിമ്പലുകളാണ്, 0 മുതൽ 9 വരെ. ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യാം. 0, 1, 2, 3, 4, 5, 6, 7, 8, 9. ഇതാണ് 10 അക്കങ്ങൾ. അവർക്ക് എണ്ണി നോക്കാം കേട്ടോ. 10 അക്കങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ 10 ഡിജിറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഡിജിറ്റ്സിന്റെ എണ്ണത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന 10 ഡിജിറ്റ്സ് ആണല്ലോ. ഈ ഡിജിറ്റ്സിന്റെ എണ്ണത്തിനെ വിളിക്കുന്ന പേരാണ് ബേസ് ഓർ റാഡിക്സ്. അപ്പോൾ നമുക്ക് ഈ നമ്പർ സിസ്റ്റം, നമ്മൾ ഉപയോഗിക്കുന്ന നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് അല്ലെങ്കിൽ റാഡിക്സ് എന്ന് പറയുന്നത് 10 ആണ് എന്ന് മനസ്സിലാക്കാം. 10 എന്ന് പറയാൻ കാരണം എന്താ? നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് 10 ഡിജിറ്റ്സ് ആണ്. അതുകൊണ്ടാണ് അതിന്റെ ബേസ് അല്ലെങ്കിൽ റാഡിക്സ് 10 ആണ് എന്ന് നമ്മൾ പറയുന്നത്. ഈ നമ്പർസിന് ഒരു പേരും കൂടി ഉണ്ട്. ഞാൻ ആ പേരും കൂടി ഒന്ന് സൂചിപ്പിക്കാം. ദ നമ്പർ സിസ്റ്റം ഈസ് നോൺ ആസ് ഡെസിമൽ നമ്പർ സിസ്റ്റം. ഈ നമ്പർ സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം. പേര് മറന്നു പോരുത്, ഡെസിമൽ നമ്പർ സിസ്റ്റം. നമ്മൾ ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ നമ്പേഴ്സും യഥാർത്ഥത്തിൽ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലാണ്. നമ്മളതിനകത്ത് ഉപയോഗിക്കുന്നത് 10 അക്കങ്ങളാണ്. 10 അക്കങ്ങൾ ഉപയോഗിക്കാൻ ഒരു കാരണമുണ്ട്. പ്രാചീന കാലത്ത് തൊട്ടിട്ട് മനുഷ്യൻ കൈവിരലുകൾ ഉപയോഗിച്ചിട്ടുള്ള എണ്ണിയിട്ടുള്ളത്. അപ്പോൾ കൈവിരലുകൾ 10 ആണല്ലോ ഉള്ളത്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിലാണ് 10 ഡിജിറ്റ്സ് എമർജ് ചെയ്തു എന്നാണ് ഇതിൻ്റെ ചരിത്രം പറയുന്നത്. 10 ഡിജിറ്റ് ഉണ്ടാവാനുള്ള ഒരു കാരണമായിട്ട് പറയുന്നത് അതാണ്. മനുഷ്യൻ കൈവിരലുകൾ ഉപയോഗിച്ച് എണ്ണി തുടങ്ങിയ ആളുകളാണ്. പിന്നീട് അതിനൊക്കെ ഓരോ സിമ്പൽ കൊടുത്തു. അങ്ങനെ വന്നപ്പോൾ 10 സിമ്പലായി. ആ 10 സിമ്പൽ ഉപയോഗിച്ചുകൊണ്ട് നമ്പേഴ്സ് ഉണ്ടാക്കാൻ തുടങ്ങി. അത്തരം നമ്പേഴ്സിനെ ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയും. ആ നമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം. ഓക്കെ, ഈ ഡെസിമൽ നമ്പേഴ്സിൽ ഒരു ചെറിയ നമ്പറിനെ ഞാൻ പരിചയപ്പെടുത്താം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2356. ഇത് ഒരു ഡെസിമലിലുള്ള ഒരു നമ്പർ ആണ്. ഇതിനെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കുക? മലയാളത്തിൽ വായിക്കുന്നതിനെക്കാട്ടും എളുപ്പമാണ് ഇംഗ്ലീഷിൽ വായിക്കാൻ. 2000 അല്ലേ? നമ്മൾ വായിക്കുന്ന അങ്ങനെയല്ലേ? 2300. ശ്രദ്ധിക്കുക, 2356. ഓക്കെ, 2356. ഇനി ഞാനൊരു ചെറിയൊരു കാര്യം പറയാം. ഇതിൽ ആദ്യത്തെ 2 എന്ന് പറഞ്ഞ ഡിജിറ്റിനെയാണ് നമ്മൾ 2000 എന്ന് പറയുന്നത്. 3 എന്ന് പറഞ്ഞ ഡിജിറ്റിനെയാണ് നമ്മൾ 300 എന്ന് പറയുന്നത്. 5 എന്ന് പറയുന്ന ഡിജിറ്റിനെയാണ് നമ്മൾ 50 എന്ന് പറയുന്നത്. പിന്നെ 6 എന്ന് പറയുന്ന ഡിജിറ്റിനെയാണ് നമ്മൾ 6 എന്ന് തന്നെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഈ നമ്പറിൽ 2356 എന്ന് പറയുന്ന ഈ നമ്പറിൽ 6 എന്ന് പറയുന്ന ഡിജിറ്റിന്റെ വാല്യൂ 6 ആണ്. 5 എന്ന് പറയുന്ന ഡിജിറ്റിന്റെ വാല്യൂ 50 ആണ്. 3 എന്ന് പറയുന്ന ഡിജിറ്റിന്റെ വാല്യൂ 300 ആണ്. 2 എന്ന് പറയുന്ന ഡിജിറ്റിന്റെ വാല്യൂ 2000 ആണ്. ഇതിൽ ഓരോ പൊസിഷനിലും ഡിജിറ്റിന് ഓരോ വാല്യൂ ആണ് കിട്ടുന്നത്. ഞാൻ ഇതേ നമ്പേഴ്സ് ഉപയോഗിച്ചിട്ട്, ഇതേ ഡിജിറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് വേറൊരു നമ്പർ ഞാൻ കാണിക്കാം. ഇതേ ഡിജിറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു നമ്പർ. ഓക്കെ, ആ നമ്പർ ഇതാണ് 5263. ഓക്കെ, 5263. ഇതിൽ 5ന്റെ വാല്യൂ എത്രയാണ്? 5ന്റെ വാല്യൂ 5000 ആണ്. 2ന്റെ വാല്യൂ 200 ആണ്. 6ന്റെ വാല്യൂ ഇവിടെ 60 ആണ്. ഓക്കെ, അതുപോലെ തന്നെ 3ന്റെ വാല്യൂ ഇവിടെ 3 തന്നെയാണ്. 3ന്റെ വാല്യൂ 3 തന്നെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാവും. ആദ്യത്തെ നമ്പറിൽ 2ന്റെ വാല്യൂ 2000 ആണെങ്കിൽ രണ്ടാമത്തെ ഈ നമ്പറിൽ 2ന്റെ വാല്യൂ 200 ആണ്. ആദ്യത്തെ വാല്യൂ 3ന്റെ വാല്യൂ 300 ആണെങ്കിൽ രണ്ടാമത്തെ ഈ നമ്പറിൽ 3യുടെ വാല്യൂ 3 തന്നെയാണ്. 5ന്റെ വാല്യൂ ആദ്യത്തേതിൽ 50 ആണെങ്കിൽ രണ്ടാമത്തേതിൽ അത് 5000 ആണ്. പിന്നെ 6ന്റെ വാല്യൂ ആദ്യത്തേതിൽ 6 തന്നെയാണെങ്കിൽ 6 തന്നെയാണെങ്കിൽ രണ്ടാമത്തേതിൽ അത് 60 ആണ്, 60 ആണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ പൊസിഷൻ അനുസരിച്ചിട്ട്, നമ്പറിന്റെ സ്ഥാനം അനുസരിച്ചിട്ട് അതിൻ്റെ വാല്യൂവിൽ വ്യത്യാസം വരുന്നുണ്ട് എന്നാണ്. നമ്പറിന്റെ പൊസിഷൻ അനുസരിച്ചിട്ട് അതിന്റെ വാല്യൂ വ്യത്യാസം വരുന്നുണ്ട്. ഇവിടെ ഈ 6 കിടക്കുന്ന സ്ഥാനത്താണോ ഈ നമ്പറിൽ 6 ഉള്ളത്? അല്ല. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും ഇതിനെ
ഒറ്റയുടെ സ്ഥാനം എന്ന് പറയും. ഓഡ് പ്ലേസ് ഡിജിറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഓഡ് പ്ലേസ് ഡിജിറ്റ്. ഓക്കെ, നമ്പറിലെ ഏറ്റവും റൈറ്റ് മോസ്റ്റ് കാണുന്ന ഡിജിറ്റ് ആണ് ഓഡ് പ്ലേസ് ഡിജിറ്റ്. പിന്നെ നമ്മൾ അടുത്ത ഡിജിറ്റിന് 10ന്റെ സ്ഥാനം എന്ന് പറയും. 10th പ്ലേസ് ഡിജിറ്റ്. 10th പ്ലേസ് ഡിജിറ്റ്. ഓക്കെ, അടുത്തത് 100th പ്ലേസ് ഡിജിറ്റ് ആണ്. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ഡിജിറ്റ്സിനെ നമ്മൾ പറയുന്നത്. അപ്പോൾ ആ ഡിജിറ്റ്സിന്റെ പൊസിഷൻ, സ്ഥാനം അനുസരിച്ചിട്ട് അതിന്റെ വാല്യൂവിൽ പലതരത്തിലുള്ള വ്യത്യാസങ്ങളും വരും. അത്തരം നമ്പർ സിസ്റ്റങ്ങളെ സാധാരണ പറയുന്ന പേരാണ് പൊസിഷണൽ നമ്പർ സിസ്റ്റം. ഓർക്കുക, പൊസിഷണൽ നമ്പർ സിസ്റ്റം, എ നമ്പർ സിസ്റ്റം which uses a fixed number of digits and the same digit assumes different values at different positions. അതിൻ്റെ സ്ഥാനത്തിനനുസരിച്ചിട്ട് ഒരു നിശ്ചിത സംഖ്യ, നിശ്ചിത എണ്ണം അക്കങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു നമ്പർ സിസ്റ്റം നമ്പർ ഉണ്ടാക്കുന്നു. അതിൽ ഒരു ഡിജിറ്റിന്റെ സ്ഥാനം അതിൻ്റെ പൊസിഷനനുസരിച്ചിട്ട് മാറി മാറി വരും. അത്തരം നമ്പർ സിസ്റ്റങ്ങളെയാണ് നമ്മൾ പൊസിഷണൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഈ പൊസിഷണൽ നമ്പർ സിസ്റ്റത്തിൽ അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഇപ്പം ഞാനൊരു ഉദാഹരണത്തിന് ഈ നമ്മൾ പറഞ്ഞ ഈ നമ്പർ തന്നെ 2356 എന്ന് പറയുന്ന നമ്പർ തന്നെ അവിടെ എടുക്കാം. 2356. അതിൽ 6ന്റെ വാല്യൂ എന്ന് പറയുന്നത് 6 × 10⁻0. 6 × 10⁻0 അതാണ് 6ന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 5ന്റെ വാല്യൂ എന്ന് പറയുന്നത് 5 × 10⁻1 ആണ്. വ്യത്യാസം ശ്രദ്ധിക്കുക. 5 × 10⁻1. ഇതിന്റെ ആദ്യത്തെ ഡിജിറ്റ് 6ന്റെ പൊസിഷൻ നമ്പർ 0 ആണ്. രണ്ടാമത്തേന്റെ 5ന്റെ പൊസിഷൻ നമ്പർ 1 ആണ്. ഇനി എന്തായിരിക്കും വരിക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അടുത്തത് യെസ്, നിങ്ങൾ ആലോചിക്കുന്നതന്നെ വരിക. 3 × 10⁻, എത്ര വരും? 0 കഴിഞ്ഞ് 1 കഴിഞ്ഞ് അടുത്ത് വരേണ്ടത് എന്താ? 2 ആണ് വരേണ്ടത് സ്വാഭാവികമായിട്ടും. ഓക്കെ, ഇനി അടുത്ത ഡിജിറ്റ് ഏതാ? 2 അല്ലേ? 2 × 10⁻3. ഓക്കെ, 2 × 10⁻3. ഇതൊക്കെ എന്താണെന്ന് ഞാനൊന്ന് പരിചയപ്പെടുത്താം. 6 × 10⁻0 എന്ന് പറഞ്ഞാൽ 6 × 1. 10⁻0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 6 ആണ്. ഇങ്ങനെയാണ് നമുക്ക് 6 എന്ന് പറയുന്ന വാല്യൂ കിട്ടുന്നത്. ഓക്കെ, 6 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കിട്ടുന്നത് ആ രൂപത്തിലാണ്. ഇനി അടുത്തത് 5 × 10⁻1 ആണ്. എന്താ നോക്കാം. എനി നമ്പർ റേസ് ടു 1 ഈസ് ഈക്വൽ ടു ദ സെയിം നമ്പർ. എനി നമ്പർ റേസ് ടു 1 ഈസ് ഈക്വൽ ടു ദ സെയിം നമ്പർ. അപ്പോൾ 5 × 10 = 50. ഇങ്ങനെയാണ് നമുക്ക് 50 എന്ന് പറയുന്ന വാല്യൂ കിട്ടുന്നത്. ഓക്കെ, 50 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് ഈ രൂപത്തിലാണ് കിട്ടുന്നത്, 50. ഇനി അടുത്ത ഏതാണ്? 3 അല്ലേ? നമുക്ക് നോക്കാം. 3 × 10⁻2. 10⁻2 എന്ന് പറഞ്ഞാൽ എന്താ? 10നെ 2 പ്രാവശ്യം എഴുതി ഗുണിക്കുക. 3 × 10 × 10. 10 × 10 എല്ലാവർക്കും അറിയാലോ, 100 ആണ് അല്ലേ? 3 × 100 = 300. അതിൻ്റെ വാല്യൂ 300 ആണ്. ഇനി അടുത്തത് ഡിജിറ്റ് 2 ആണ്. ആ 2ന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. 2 × 10⁻3. 2 × 10⁻3 ഈസ് ഈക്വൽ ടു 2 × എന്തായിരിക്കും? ആലോചിച്ച് നോക്കിയാൽ ഞാൻ പറഞ്ഞത് തന്നെ നിങ്ങൾ മനസ്സിലാലോചിക്കുന്നതിനെ വരിക. 10 × 10 × 10 = 2 × 1000 ഈസ് ഈക്വൽ ടു 2000. കാൽക്കുലേറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഈ ഒരു നമ്പർ ഉണ്ടല്ലോ, അത് നിങ്ങൾ ചെയ്യുക. എന്നിട്ട് ഞാൻ തരുന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ അതിൻ്റെ വാല്യൂസ് നിങ്ങൾ പോസ്റ്റ് ചെയ്യുക. നമുക്ക് നോക്കാമല്ലോ ശരിയാവുന്നുണ്ടോ ഇല്ലെന്ന് നമുക്ക് നോക്കാമല്ലോ. ഏത് നമ്പറിന് ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് നമ്പർ എടുക്കുക, അതിൻ്റെ ഒക്കെ വാല്യൂ നിങ്ങൾക്ക് ഇതേപോലെ കണ്ടെത്താൻ പറ്റും. ഓക്കെ, ഇനി ഞാൻ ഇതിനകത്ത് 2 ഡിജിറ്റ്സിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോവാണ്. 2 ഡിജിറ്റ്സിനെ. ഓക്കെ, ഒന്ന് LSD എന്ന് പറയും, വേറൊന്ന് MSD എന്ന് പറയും. LSD ആൻഡ് MSD. എന്താണ് LSD MSD നോക്കാം. LSD സ്റ്റാൻഡ്സ് ഫോർ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്. ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്. ഓക്കെ, MSD സ്റ്റാൻഡ്സ് ഫോർ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്. മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്. ഓക്കെ, ചെറിയ ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പഠിച്ചു പോകണം കേട്ടോ. ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്, അതാണ് LSD. ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നമ്പറിലെ റൈറ്റ് മോസ്റ്റ് ഡിജിറ്റ് ആണ്, ഏറ്റവും വലത്തെ അറ്റത്തുള്ള ഡിജിറ്റ്. അതായത് 6 in 2356. 2356 എന്ന് പറയുന്ന നമ്പറിൽ 6 ആണ് അതിൻ്റെ LSD എന്ന് പറയുന്നത്. ഓക്കെ, 1000.27 എന്ന് പറയുന്ന നമ്പറിൽ 7 ആണ്. ഓക്കെ, ലാസ്റ്റ് ഡിജിറ്റ് അതാണ് ഉദ്ദേശിക്കുന്നത്, ഏറ്റവും ലാസ്റ്റ് ഡിജിറ്റ്. പക്ഷെ ലാസ്റ്റ് ഡിജിറ്റ് എന്നല്ല പറയുന്നത് കേട്ടോ, ലീസ്റ്റ് ആണ്. ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് എന്നാണ് പറയുന്നത്.
ഇനി രണ്ടാമത്തത് MSD ആണ്, മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്. അത് ലെഫ്റ്റ് മോസ്റ്റ് ഡിജിറ്റ് ആണ്, അതായത് ഫസ്റ്റ് ഡിജിറ്റ് ആണ്, ഒരു നമ്പറിലെ ആദ്യത്തെ ഡിജിറ്റ്. അപ്പോൾ 2356 എന്ന നമ്പറിലെ MSD എന്തായിരിക്കും? യെസ്, 2 ആണ് അല്ലേ. 2 in 2356 പരീക്ഷയ്ക്ക് ഇടക്കൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മുടെ രണ്ടാമത്തെ നമ്പർ നോക്കാം, 1000.27. അതിലേതാണ്? യെസ്, റൈറ്റ്, 1 ആണ്. LSD ആൻഡ് MSD രണ്ട് നമ്പർ സിസ്റ്റങ്ങളെ രണ്ട് രീതിയിൽ നമ്മളിപ്പോൾ ഒരു നമ്പറിൽ രണ്ട് ഡിജിറ്റ്സ്, രണ്ട് സ്പെഷ്യൽ ഡിജിറ്റ്സ്. ഒന്ന് LSD എന്ന് പറയും, റൈറ്റ് മോസ്റ്റ് ഡിജിറ്റ് ആണ്. രണ്ട് MSD എന്ന് പറയും, അത് ലെഫ്റ്റ് മോസ്റ്റ് ഡിജിറ്റ് ആണ്, ഏറ്റവും ഇടത്തെ അറ്റത്തുള്ള ഡിജിറ്റ് ആണ് MSD എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ തൊട്ട് മുമ്പിൽ ഓരോ ഡിജിറ്റിന്റെ വാല്യൂ കണ്ടെത്തിയല്ലോ. ഒരു ചെറിയ കാര്യം കൂടി ഞാൻ ഇതിനകത്ത് പറയാം. ഫ്രാക്ഷൻസ് ഉള്ള നമ്പർ വരികയാണെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഒരു ഫ്രാക്ഷൻ ഉള്ള നമ്പറിനെ അതിന്റെ വാല്യൂ എങ്ങനെ കണ്ടെത്തുന്നത് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 123.75 ഈ നമ്പറിൽ ഫ്രാക്ഷൻ ഉണ്ട്. ഫ്രാക്ഷൻ ഉണ്ടാകുമ്പോൾ എന്താ ചെയ്യാൻ നോക്കാം. ഫ്രാക്ഷൻ ഉണ്ടാകുമ്പോൾ ഫ്രാക്ഷന്റെ മുമ്പുള്ള ഈ നമ്പറിനെ, ഇതിനെ ഇൻറ്റീജർ പോർഷൻ എന്ന് പറയും, ഇതിനെയാണ് ഫ്രാക്ഷൻ എന്ന് പറയാം. ഓക്കെ, ഈ 123.75 എന്ന് പറയുന്ന ഈ നമ്പറിൽ 123 ഈസ് ഇൻറ്റീജർ പോർഷൻ. ഒക്കെ മനസ്സിലാക്കി വെച്ചോളൂ കേട്ടോ, പോർഷൻ. ആൻഡ് 0.75 ഈസ് ദ ഫ്രാക്ഷൻ. 0.75 എന്ന് പറയുന്ന ഫ്രാക്ഷൻ ആണ്. 123 എന്ന് പറയുന്നത് അതിന്റെ ഇൻറ്റീജർ പോർഷൻ ആണ്. ഓക്കെ, അതിൽ 123ന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 × 10⁻0, പിന്നെ അടുത്തത് 2 × 10⁻1, അടുത്തത് എന്തായിരിക്കും 1 × 10⁻2. ഓക്കെ, ഇതിപ്പോൾ കമ്പ്യൂട്ട് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാലോ. 3 × 1 = 3, പിന്നെ അടുത്തത് 3 × 1 = 3, അടുത്തത് 2 × 10 = 20, അടുത്തത് 1 × 100 = 100. ഇങ്ങനെയാണ് അതിൻ്റെ വാല്യൂ വരുന്നത്. ഇനി 0.75 എന്ന് പറയുന്ന ഫ്രാക്ഷൻ നോക്കാം. ഇതിനെങ്ങനെ കണക്കൂട്ടാൻ നോക്കാം. 0.75 എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് 7 × ലെഫ്റ്റ് നിന്ന് അങ്ങോട്ടാണ് പോകണം കേട്ടോ, റൈറ്റിൽ നിന്ന് ഇങ്ങോട്ടല്ല. ആ രണ്ട് നമ്പർ എഴുതിയ രീതി, വാല്യൂ കണ്ടുപിടിക്കുന്ന രീതി ശ്രദ്ധിക്കുക. ഇത് വാല്യൂ കണ്ടുപിടിച്ചത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ്, ഇത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ്. 7 ആണ് ആദ്യം, പോയിന്റിന് ശേഷമുള്ള ഡിജിറ്റാണ് ആദ്യത്തത്. 7 × 10⁻1 എന്ന് പറയാം. അതെന്താണെന്ന് ഞാൻ ഇപ്പോൾ വർക്കൗട്ട് മനസ്സിലാക്കി തരാം. 7 × 10⁻1, ഇത് 5 × 10⁻2 ആണ്. 5 × 10⁻2, 7 × 10⁻1, 5 × 10⁻2. ഇനിയൊരു ഡിജിറ്റ് ഉണ്ടെങ്കിൽ അതെങ്ങോട്ട് പോകും? ഇനിയൊരു ഡിജിറ്റ് ഉണ്ടെങ്കിൽ, അപ്പോൾ ഫോർ എക്സാമ്പിൾ 7/5 കഴിഞ്ഞിട്ട് ഒരു 2 ഉണ്ടെങ്കിൽ വിചാരിക്കുക, 2 × 10⁻³ എന്നാണ് വരേണ്ടത്. ഇവിടെ വന്നത് 7 × 10⁻1ഉം 5 × 10⁻2 ആണ്. ഇനി എന്താണ് 7 × 10⁻1 എന്ന് നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 7 × 10⁻1 എന്ന് പറഞ്ഞാൽ 1/10⁻1 ആണ്. 1/10⁻1. 10⁻1 ഈസ് ഈക്വൽ ടു 1/10⁻1. അപ്പോൾ 1/10⁻1 എന്ന് പറയുമ്പോൾ എന്തായി? അത് 7 × 1/10. ദാറ്റ് ഈസ് ഈക്വൽ ടു 7/10 ഈസ് ഈക്വൽ ടു 0.7. കാൽക്കുലേറ്റർ ഉപയോഗിച്ച് നോക്കിയാലും മതി. ഓക്കെ, മാത്തമാറ്റിക്കൽ ആക്യുറസി ഒക്കെ അതിൻ്റെ മനഃപ്പാടമാക്കുന്നതൊക്കെ ഇപ്പോൾ ഏതാണ്ട് എടുത്തു കളഞ്ഞ രൂപത്തിലാണ്. അപ്പോൾ കുട്ടികൾ ചിലപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത്തിരി പ്രയാസം ഉണ്ടായേക്കാം. അതിന് കാൽക്കുലേറ്ററിൻ്റെ സഹായം യൂസ് ചെയ്യാം. അടുത്തത് 5 × 10⁻2 ആണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തായിരിക്കും വരിക എന്നുള്ളത്. ഞാനിപ്പോൾ പറഞ്ഞത് തന്നെ 5 × 1/10⁻2. 5 × 1/10⁻2, that is equal to 5 × 1/100. That is equal to 5/100 is equal to 0.05. അതാണ് അതിൻ്റെ വാല്യൂ. ഓക്കെ, ഇപ്പോൾ ഫ്രാക്ഷൻസ് ഉള്ള നമ്പർ ആണെങ്കിൽ ഇങ്ങനെ മൈനസ് ഇട്ടിട്ടുള്ള ഒരു വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ പവർ 10ന്റെ പവേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ വാല്യൂ കണ്ടെത്തുക. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു ഡെസിമൽ നമ്പറിൽ ഏത് നമ്പറിന്റെ വാല്യൂ ഓഫ് എനി ഡിജിറ്റ് in a decimal number is the product of the digit and a power of 10. 10ന്റെ ഒരു പവറും ആ ഡിജിറ്റും കൂടി മൾട്ടിപ്ലൈ ചെയ്താണ് ഏത് ഡിജിറ്റിന്റെയും വാല്യൂ. 10ന്റെ ഒരു പവർ 3 × 10⁻0 എന്ന് പറയുന്നത് ഒരു പവറാണ്. 10⁻1 എന്ന് പറയുന്നത് 10ന്റെ വേറൊരു പവറാണ്. 10⁻2 എന്ന് പറയുന്നത് മറ്റൊരു പവറാണ്. ഓക്കെ, 10⁻2 എന്ന് പറയുന്നത് വേറൊരു പവറാണ്. അപ്പോൾ ഒരു ഡിജിറ്റ്, ആ ഡിജിറ്റും 10ന്റെ ഒരു പവറും കൂടി മൾട്ടിപ്ലൈ ചെയ്തതാണ് ഒരു ഡിജിറ്റിന്റെ വാല്യൂ. ആ പവർ എങ്ങനെ കണ്ടെത്തുക?
ഓരോ ഡിജിറ്റിനും അതിൻ്റെ പൊസിഷൻ അനുസരിച്ചിട്ട് ഓരോ വാല്യൂസ് ഉണ്ട്. ആ വാല്യൂസ് വെച്ചുകൊണ്ടാണ് നമ്മൾ അതിനെ കണ്ടെത്തുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഒരു നമ്പർ സിസ്റ്റത്തിനെ പരിചയപ്പെട്ടു. ഈ നമ്പർ സിസ്റ്റത്തിന്റെ പേര് മറന്നു പോകരുത്. ഈ നമ്പർസിന്റെ പേരാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം. ഡെസിമൽ നമ്പർ സിസ്റ്റം. ഓക്കെ, അതിലുള്ള നമ്പറുകൾ MSD അതുപോലെ LSD ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ കൂട്ടത്തിൽ പരിചയപ്പെട്ടു. ഓക്കെ, നമുക്ക് ഒരു നമ്പർ സിസ്റ്റം കൂടി ഇന്ന് നമ്മൾ ഇതുവരെ കാണാത്ത ഒരു പുതിയ നമ്പർ സിസ്റ്റം കൂടി നമുക്ക് ഇപ്പോൾ ഇതിനകത്ത് പരിചയപ്പെടാം. അടുത്ത നമ്പർ സിസ്റ്റം ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ബൈനറി നമ്പർ സിസ്റ്റമാണ്. എ നമ്പർ സിസ്റ്റം വിച്ച് യൂസസ് ഓൺലി 2 digits. ആകെ 2 അക്കങ്ങളാണ്, 0 and 1. ഒന്ന് ആലോചിച്ച് നോക്കി അങ്ങനത്തെ ഒരു നമ്പർസിനെ കുറിച്ച്. ഓക്കെ, ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഈ ബൈനറി നമ്പർ സിസ്റ്റം ആണ് ഉണ്ടായിരുന്നതെങ്കിൽ, ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഡെസിമലാണ്, ബൈനറി സിസ്റ്റം ആണ് ഉണ്ടായിരുന്നതെങ്കിൽ ആദ്യത്തെ നമ്പർ 0 ആണ്, രണ്ടാമത്തെ നമ്പർ 1 ആണ്, മൂന്നാമത്തെ നമ്പർ 10 ആണ്, നാലാമത്തെ നമ്പർ 11 ആണ്, അഞ്ചാമത്തെ നമ്പർ 100 ആണ്, പിന്നെ വരുന്നത് 101 ആണ്, അത് കഴിഞ്ഞിട്ട് 110 ആണ്, അത് കഴിഞ്ഞ വരെ 111 ആണ്. നമ്മളതിന് 111 വായിക്കാൻ പാടില്ല കേട്ടോ. 100, 101, 110 വായിക്കാൻ പാടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നല്ല രസമായിരിക്കും. ഈ നമ്പേഴ്സ് എഴുതാൻ പഠിക്കണ്ടേ? 1000, 1001, 1010, 1011 ഇങ്ങനെ പോവാ. 1100, 1101, 1110, 1111, then 1000. ഞാൻ വളരെ സ്പീഡിൽ എഴുതി പോകുന്നു. ഞാൻ അതിലൊരു എക്സ്പേർട്ടായി മാറിയിട്ടുണ്ട്. വളരെ സ്പീഡിൽ ഞാൻ എഴുതും നമ്പേഴ്സൊക്കെ. നിങ്ങൾക്കും ഇതേപോലെ ആയിട്ട് മാറാം. അതിന് ചില ചെറിയ ടെക്നിക്സ് ഒക്കെ ഉണ്ട്. അത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയില്ല, അടുത്ത ക്ലാസ്സിൽ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കിത് എങ്ങനെയാണ് ഈ നമ്പേഴ്സ് ഇത്ര ഫാസ്റ്റായിട്ട് എഴുതി പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അടുത്ത ക്ലാസ്സിൽ. ഇന്നിപ്പോൾ നമ്മൾ ഈ നമ്പർ സിസ്റ്റത്തിനെ കുറിച്ച് ജസ്റ്റ് പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ. ഈ നമ്പർ സിസ്റ്റത്തിന്റെ പേരാണ് ബൈനറി നമ്പർ സിസ്റ്റം. അതിനകത്ത് രണ്ട് ഡിജിറ്റ്സ് ഉപയോഗിക്കാം എന്നുള്ളൂ. ഒന്ന് 0 ആണ്, മറ്റൊന്ന് 1 ആണ്. ഇപ്പോൾ ഇതിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഞാനൊരു നമ്പർ എഴുതാം. ഒരു നമ്പർ ഇങ്ങനെ എഴുതി. ഓക്കെ, ഒരു നമ്പർ ഇങ്ങനെ എഴുതി. ഇതിൽ രണ്ടാമത്തെ നമ്പർ ഡെസിമൽ ആണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അതിൽ 2 എന്ന് പറഞ്ഞ ഡിജിറ്റ് ഉണ്ടല്ലോ, അത് ബൈനറിൽ ഇല്ലല്ലോ. അപ്പം അത് എന്തായാലും ഡെസിമലാണ്. പക്ഷേ ഈ 101 എന്നൊരു നമ്പർ എഴുതുമ്പോൾ ഡെസിമലാണോ അതോ ബൈനറി ആണോ? എങ്ങനെ മനസ്സിലാക്കും? അത് ബൈനറി നമ്പർ ആണോ ഡെസിമൽ നമ്പർ ആണോ? അപ്പോൾ ഒന്നുകിൽ എന്ത് പറയണം? നമ്മളൊരു നമ്പർ എഴുതി കഴിഞ്ഞാൽ 101 ഈസ് എ ബൈനറി നമ്പർ എന്ന് പറയണം. ഓക്കെ, അങ്ങനെ പറഞ്ഞാൽ ഓക്കെ, അപ്പോൾ മനസ്സിലാവും അത് ബൈനറി നമ്പർ ആണെന്ന്. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു രീതി 101 എന്ന് പറയുന്ന നമ്പറിനെ ഒരു രീതിയായിട്ടാണ് പറയുന്നത്, ബ്രാക്കറ്റിൽ എഴുതും. ബ്രാക്കറ്റിൽ എഴുതിയിട്ട് അതിൻ്റെ താഴെ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് 2 എന്ന് എഴുതും. 2 എന്ന് എഴുതി കഴിഞ്ഞാൽ 2 ഉപയോഗിച്ചുകൊണ്ട് ഒരു നമ്പർ സിസ്റ്റമാണ്, 2 ബേസ് ചെയ്തുകൊണ്ടുള്ള നമ്പർ സിസ്റ്റമാണ്. ഇത് ബൈനറി ആണെന്ന് മനസ്സിലാക്കുക. അത് വായിക്കേണ്ടത് ഇങ്ങനെയാണ്: 101 ബേസ് 2. 101 ബേസ് 2. നേരത്തെ ഞാൻ 2 പദങ്ങൾ പരിചയപ്പെടുത്തിയിരുന്നു കുറച്ച് മുമ്പേ. ഒന്ന് പിന്നെ ബേസ്, 2 റാഡിക്സ്. ഓർമ്മയുണ്ടോ? കുറച്ച് മുമ്പ് ബേസ് ഓർ റാഡിക്സ്. ഒരു നമ്പർസിൽ ഉപയോഗിക്കുന്ന അക്കങ്ങളുടെ എണ്ണത്തിന് വിളിക്കുന്ന പേരാണ് ബേസ് അല്ലെങ്കിൽ റാഡിക്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്പർ സിസ്റ്റമായ ബൈനറി നമ്പർ സിസ്റ്റത്തിന്റെ റാഡിക്സ് അല്ലെങ്കിൽ ബേസ് 2 ആണ്. ഓക്കെ, ഇറ്റ്സ് റാഡിക്സ് ഇസ് 2. അതിന്റെ റാഡിക്സ് എന്ന് പറയുന്നത് 2 ആണ്. 101 എന്നാണ് ഈ നമ്പറിനെ വായിക്കേണ്ടത്. ഓക്കെ, ഇനി ഞാൻ വേറെ നമ്പർ പരിചയപ്പെടുത്താം. 1015. ഇങ്ങനെയുള്ള നമ്പർ എഴുതി വിചാരിക്കുക. 1015 ബേസ് 2 എന്നൊരു നമ്പർ എഴുതി കഴിഞ്ഞാൽ ഇത് തെറ്റാണ്. ഈ നമ്പർ നമ്മൾക്ക് പറയാം ഇറ്റ് ഈസ് എ ഇൻവാലിഡ് നമ്പർ. ഇൻവാലിഡ് നമ്പർ മീൻസ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഇൻ ബൈനറി. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്? അത് ബൈനറിൽ പോസിബിൾ അല്ല എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ? ഇത് ഇങ്ങനത്തെ ഒരു നമ്പർ ബൈനറിൽ ഉണ്ടാവില്ല എന്ന് ഞാൻ ഉറപ്പ് പറയാൻ കാരണം എന്താ? നമുക്കറിയാം ബൈനറിയിൽ ആകെ 2 ഡിജിറ്റ്സേ ഉള്ളൂ, ഒന്ന് 0ഉം 1ഉമാണ്. ഈ നമ്പർ സിസ്റ്റത്തിൽ അതല്ലാത്ത മറ്റൊരു ഡിജിറ്റ് വന്നു കൂടിയിട്ടുണ്ട്. അങ്ങനെ വരാൻ പാടില്ല. അങ്ങനെ വന്നാൽ അത് ഒരു ഡെസിമൽ നമ്പർ ആവാനേ സാധ്യതയുള്ളൂ. ഇത്തരം ഒരു നമ്പർ ഒരിക്കലും ഇവിടെ വരില്ല, ബൈനറിയിൽ വരില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഓക്കെ, അപ്പോൾ ബൈനറി നമ്പർ സിസ്റ്റം നമ്മൾ പരിചയപ്പെട്ടു. ഇനി ബൈനറി നമ്പർ സിസ്റ്റത്തിലെ ഓരോ ഡിജിറ്റിന്റെയും വെയിറ്റ് എങ്ങനെ കാണാൻ നോക്കാം. അതിന് മുമ്പ് ഒരു കാര്യം പരിചയപ്പെടുത്താം. 1010 110 എന്നൊരു ബൈനറി നമ്പറിനെ ഞാൻ പരിചയപ്പെടുത്താണ്. ഇറ്റ്സ് എ ബൈനറി നമ്പർ. ഇവിടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന 2 കാര്യങ്ങൾ, ഒന്ന് LSB ആണ്. നമ്മൾ നേരത്തെ LSD പഠിച്ചല്ലോ. LSB ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ്. അതുപോലെ MSB
MSB means most significant bit. Most significant bit. LSB and MSB. ഓക്കെ, ബിറ്റ് എന്ന് പറഞ്ഞാൽ ബൈനറി ഡിജിറ്റ് എന്നതിൻ്റെ ഷോർട്ടാണ്. ബൈനറി ഡിജിറ്റ് എന്ന് പറയുന്ന പദത്തിൻ്റെ ഷോർട്ടാണ് ബിറ്റ്. ബിറ്റ് മീൻസ് എ ബൈനറി ഡിജിറ്റ്. ബൈനറിൽ ഒരു ഡിജിറ്റ് ആണ്. അപ്പൊ LSB എന്ന് പറഞ്ഞാൽ എന്താ? നേരത്തെ നമ്മൾ LSD പഠിച്ചില്ല, അതന്നെ സംഭവം. റൈറ്റ് മോസ്റ്റ് ബൈനറി ഡിജിറ്റ്. റൈറ്റ് മോസ്റ്റ് ഡിജിറ്റ് ആണ് ഈ LSB എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ തൊട്ട് മുകളിൽ എഴുതിയ നമ്പറിന്റെ LSB 0 ആണ്. ഓക്കെ, ഇനി MSB എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലെഫ്റ്റ് മോസ്റ്റ് ഡിജിറ്റ് ആണ്. ലെഫ്റ്റ് മോസ്റ്റ് ഡിജിറ്റ് നമ്മളിപ്പോൾ മുകളിൽ എഴുതിയ നമ്പറിന്റെ LSB എന്ന് പറയുന്നത് ലെഫ്റ്റ് മോസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ അതിന്റെ MSB എന്ന് പറയുന്നത് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്. MSB എന്ന് പറയുന്നത് 1 ആണ്. അത് മാറിപ്പോരുത്. ഏറ്റവും റൈറ്റ് മോസ്റ്റും ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റും ഉള്ള ഡിജിറ്റുകളെയാണ് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് LSB MSB എന്ന് പറയുന്നത്. ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് ആൻഡ് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്. അത് തന്നെ എഴുതാനായിട്ട് പരീക്ഷയ്ക്ക് സാധാരണ ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഏതാണ് LSB, ഏതാണ് MSB എന്നുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് സാധാരണ ഉണ്ടാവാറുണ്ട്. ഓക്കെ, ഇനി ഇതിന്റെ നമ്പർ എഴുതുന്ന രീതിയൊക്കെ ഞാൻ പറഞ്ഞു. ഇനി ഒരു നമ്പറിന്റെ ഒരു വാല്യൂ എങ്ങനെ കണക്കാക്കാൻ നോക്കാം. അപ്പോൾ ഒരു ഉദാഹരണത്തിന് 111.01 ഒരു നമ്പർ, ഒരു ബൈനറി നമ്പറാണ്. 111.01 ഇങ്ങനെ എഴുതാട്ടോ. ബ്രാക്കറ്റ് ഇട്ടില്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. 111.01 അല്ലെങ്കിൽ വേണ്ട 111 ആക്കണ്ട, നമുക്കൊരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ 110 എന്നാക്കാം. 110.01 ബേസ് 2. ഇതിന്റെ വാല്യൂ എങ്ങനെ കാണാൻ നോക്കാം. 0 × 2 0 × 2 പ്ലസ് 1 × 2 നിങ്ങൾ ഓർമ്മല്ലേ, നമ്മൾ നേരത്തെ ഡെസിമലിൽ കണ്ടത്. ആദ്യം ഈ പോയിന്റിന് മുന്നിലുള്ള അടുക്കുക. ഇത് ഈ 0ന്റെ പൊസിഷൻ 0, ഇതിന്റെ പവർ 1, ഇതിന്റെ പവർ 2, അങ്ങനെ എടുക്കേണ്ടത്. 1 × 2 പ്ലസ് അടുത്തത് 1 × 2 പ്ലസ് അടുത്തത് 0 × 2 -1 പ്ലസ് 1 × 2 ഇതാണ് ഈ നമ്പറിന്റെ വാല്യൂ എന്ന് പറയുന്നത്. നമുക്കൊന്ന് കമ്പ്യൂട്ട് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് 0 × 2 എടുക്കാം. 0 × 2 എന്ന് പറഞ്ഞാൽ 0 × 1. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനി നമ്പർ റേസ് ടു 0 ഈസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഇത് 0 ആണ്. ഓക്കെ, അടുത്തത് ഏതാണ്? 1 × 2 ആണ് അല്ലേ. 1 × 2 ഇതാണ് നമ്മുടെ അടുത്ത ഡിജിറ്റ്. 1 × 2 എന്ന് പറയുമ്പം എങ്ങനെ എഴുതുക? 1 × എനി നമ്പർ റേസ് ടു 1 ഈസ് ഈക്വൽ ടു ദ സെയിം നമ്പർ. 1 × 2 ഈസ് ഈക്വൽ ടു 2. അടുത്തത് 1 × 2 ആണ്. ഇതാണ് അടുത്ത ഡിജിറ്റ്. 1 × 2 എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. 1 × 2 ഈസ് ഈക്വൽ ടു 1 × 2 വാട്ട് ഈസ് 2 × 2? 2 എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം 2 എഴുതി ഗുണിക്കുക എന്നുള്ളതാണ്. 2 × 2 4 ഈക്വൽ ടു 4. 1 × 4 = 4 ആണ്. അടുത്തത് 0 × 2 -1. ശരിക്കും പറഞ്ഞാൽ ഈ 0 മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ പിന്നെ ബാക്കി വെറുതെ കമ്പ്യൂട്ട് ചെയ്യാൻ പോകണ്ട. എന്താണ് 2 × -1 എന്ന് കണ്ടുപിടിക്കാൻ പോകേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പുറത്ത് 0 ആയതുകൊണ്ട് റിസൾട്ട് 0 വരുള്ളൂ. ഇനി അടുത്തത് 1 × 2 ആണ്. അതെങ്ങനെ കാണാൻ നോക്കാം. 1 × 2 ഈസ് ഈക്വൽ ടു 1 × 2 ഈസ് ഈക്വൽ ടു 1 × 1/2 1 × 1/2 1 × 1/2 ഈസ് ഈക്വൽ ടു 1/4. ദാറ്റ്സ് ഈക്വൽ ടു 0.25. അതിന്റെ ഫ്രാക്ഷൻ 0.25 എന്നാ വരാം. ഓക്കെ, 0.25 കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ അടിച്ചു നോക്കാം. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ നമ്പർ സിസ്റ്റം, അതായത് ബൈനറി നമ്പർ സിസ്റ്റം. ഓക്കെ, കമ്പ്യൂട്ടറിനകത്ത് ബൈനറി നമ്പർ സിസ്റ്റമാണ് സാധാരണ ഡേറ്റ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. ഓക്കെ, ഇനി ഒരു 2 നമ്പേഴ്സിന്റെ പേരും കൂടി പറഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാൻ പോവാണ്. ഒന്ന് ഒക്ടൽ നമ്പർ സിസ്റ്റം വിച്ച് യൂസസ് 8 ഡിജിറ്റ്സ്. 8 ഡിജിറ്റ്സ് ഉപയോഗിക്കുന്ന ഒക്ടൽ നമ്പർ സിസ്റ്റമാണ്. ഉപയോഗിക്കുന്ന ഡിജിറ്റ്സ് 0, 1, 2, 3, 4, 5, 6, 7. ഓക്കെ, 6, 7 ഇതാണ് ഉപയോഗിക്കുന്ന ഡിജിറ്റ്സ്. ഇത്രയും ഡിജിറ്റ്സ് ആണ് ഇതിനകത്ത് ഉപയോഗിക്കുക. ഇതിനകത്ത് നമ്പർ എഴുതുമ്പോൾ ഫോർ എക്സാമ്പിൾ 254 ബേസ് 8 എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഇതിന്റെ റാഡിക്സ് ഓർ ബേസ് എന്ന് പറയുന്നത് 8 ആണ്. ഇനി ഒരു നമ്പർ സിസ്റ്റം പരിചയപ്പെടുത്താം. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം വിച്ച് യൂസസ് 16 ഡിജിറ്റ്സ്. ഇതിനകത്ത് 16 ഡിജിറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്.
അതിൽ 10 നമുക്ക് പരിചയമുള്ള സിമ്പിളുണ്ട്. 0, 1, 2, 3, 4, 5, 6, 7, 8, 9. ഈ 10 സിമ്പിൾസ് നമുക്ക് നേരത്തെ അറിയുന്നതാണ്. ഇനി ഒരു 6 കൂടി വേണം. അപ്പോൾ 6 പുതിയ സിമ്പിൾ ഉണ്ടാക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ തൽക്കാലം ഇംഗ്ലീഷിലെ അക്ഷരങ്ങൾ ഉപയോഗിക്കുകയാണ്. A, B, C, D, E, F. ഹെക്സാഡെസിമൽ പ്രത്യേകതയാണ്, അതിനകത്ത് 16 ഡിജിറ്റ്സ് വരും. അതിൻ്റെ റാഡിക്സ് അല്ലെങ്കിൽ ബേസ് എന്ന് പറയുന്നത് റാഡിക്സ് ഓർ ബേസ് ഈസ് 16. അതിൻ്റെ റാഡിക്സ് അല്ലെങ്കിൽ ബേസ് എന്ന് പറയുന്നത് 16 ആണ്. നല്ല രസമുള്ള നമ്പറൊക്കെ വരും ഇതിൽ കേട്ടോ. നല്ല രസമുള്ള നമ്പേഴ്സ്, അക്ഷരങ്ങളും അക്കങ്ങളും കൂടി ചേർന്ന നമ്പേഴ്സ് വരും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് A3 ഒരു നമ്പറാണ്. A3 ബേസ് 16 കണ്ടോ. A3 ബേസ് 16 ഹെക്സാഡെസിമൽ നമ്പറാണ്. ADD നമ്മളൊക്കെ ആഡ് എന്ന് പറയാം അല്ലേ, ആഡ്. പക്ഷെ അത് ഹെക്സാഡെസിമൽ നമ്പറാണ്. കമ്പ്യൂട്ടർ സയൻസിലേക്ക് വരുമ്പോൾ ഒരു ഹെക്സാഡെസിമൽ നമ്പറാണ് ആഡ്. ADD ആഡ് എന്ന് പറയുന്നത് കേട്ടോ, ഞാൻ അങ്ങനെ വെറുതെ രസത്തിന് പറഞ്ഞതാണ്. ADD. വേറൊരു രസമുള്ള നമ്പർ പറഞ്ഞുതരാം, ACE. ഇതൊക്കെ ഇംഗ്ലീഷിൽ പ്രത്യേക അർത്ഥമുള്ള ചില വാക്കുകളൊക്കെയാണ് അല്ലേ. ദെൻ DEAD നമുക്കറിയാം. DEAD എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് അല്ലേ. അതൊരു ഹെക്സാഡെസിമൽ നമ്പറാണ്. ഓക്കെ, ഒരു ഹെക്സാഡെസിമൽ നമ്പറാണ്. ഇതിൽ ഓരോ ഡിജിറ്റിനും A മുതൽ F വരെ ഡിജിറ്റിനൊക്കെ ഒരു വാല്യൂ ഉണ്ട്. Aയുടെ വാല്യൂ 10 ആണ്, ബിയുടെ വാല്യൂ 11 ആണ്, സിയുടെ വാല്യൂ 12 ആണ്, ഡിയുടെ വാല്യൂ 13 ആണ്, ഇയുടെ വാല്യൂ 14 ആണ്, എഫിൻ്റെ വാല്യൂ 15 ആണ്. ഓക്കെ, 10 മുതൽ 15 വരെയുള്ള വാല്യൂസ് ആ ഡിജിറ്റ്സിന് നമ്മൾ സാധാരണ കൊടുക്കും. അപ്പം ഇത്രയാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഉദ്ദേശിച്ചത്. നമ്മളിവിടെ 4 നമ്പർ സിസ്റ്റങ്ങളെ പരിചയപ്പെട്ടു. 1 ഡെസിമൽ നമ്പർ സിസ്റ്റം, 2 ബൈനറി നമ്പർ സിസ്റ്റം, 3 ഒക്ടൽ നമ്പർ സിസ്റ്റം, 4 ഹെക്സാ ഡെസിമൽ നമ്പർ സിസ്റ്റം. അത് കൂടാതെ നമ്മൾ പലതരത്തിലുള്ള വാചകങ്ങളും പരിചയപ്പെട്ടു, വേർഡ്സും പരിചയപ്പെട്ടു. 1 പൊസിഷണൽ നമ്പർ സിസ്റ്റം, ബേസ്, റാഡിക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ ഓരോ ഡിജിറ്റിനും ഒരു വാല്യൂ ഉണ്ട് അല്ലേ. പൊസിഷൻ അനുസരിച്ചിട്ട് അതിൻ്റെ വാല്യൂ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെ കണ്ടെത്തുക, LSD, MSD, അതൊക്കെ സാധാരണ ഡെസിമൽ നമ്പറിൽ പറയുന്നതാണ്. LSD, MSD, ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് ആൻഡ് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്. ബൈനറിലേക്ക് വരുമ്പോൾ അതിൻ്റെ പേരൊന്ന് മാറും. LSB ആൻഡ് MSB. ബിറ്റ് ഒക്കെ നമ്മളോട് പഠിച്ചു അല്ലേ. വാട്ട് ഈസ് എ ബിറ്റ്? ബിറ്റ് മീൻസ് ബൈനറി ഡിജിറ്റ്. വളരെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ ക്ലാസ്സിനകത്ത് പഠിപ്പിച്ചിട്ടുള്ളൂ. ഒരു പ്രാവശ്യം കേട്ടാൽ ക്ലിയർ ആവുന്നില്ലെങ്കിൽ വീണ്ടും ഒന്നും കൂടി കേൾക്കുക. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന വാട്സാപ്പ് ഗ്രൂപ്പിനകത്ത് സംശയങ്ങൾ ഉന്നയിക്കുക. നമുക്ക് ആ സംശയങ്ങളൊക്കെ തീർത്ത് മുന്നോട്ട് പോവാം. താങ്ക് യു.